ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യുവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുട്ടി ബ്ലോഗാണ്. അപ്പോൾ നമ്മളിത് രാവിലെ തന്നെ എഴുന്നേറ്റ് ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം അനൂസിന് കുറച്ച് ബ്രേസ്ലെറ്റൊക്കെ ഉണ്ടാക്കാനുണ്ടായിരുന്നു. അപ്പോൾ അവൾ അതൊക്കെ ഉണ്ടാക്കുന്നതിൻ്റെ തിരക്കിലാട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മുടെ പുൽക്കൂടൊക്കെ നമുക്കൊന്ന് ഇതൊക്കെ അടുക്കി പറക്കി വെക്കണം. അപ്പോൾ ക്രിസ്മസ് ന്യൂ ഇയറൊക്കെ കഴിഞ്ഞു. അപ്പോൾ നമ്മൾ എല്ലാം ഇനി അത് പാക്ക് ഒക്കെ നമ്മൾ എടുത്തിട്ട് നമ്മൾ എല്ലാം തിരിച്ച് അതേപോലെ തന്നെ പാക്ക് ചെയ്ത് വെക്കാൻ വേണം. അപ്പോൾ ഇതാണ് നമ്മുടെ വലിയ ക്രിസ്മസ് ട്രീ. അപ്പോൾ ആദ്യം തന്നെ ലൈറ്റൊക്കെ നമ്മൾ എല്ലാം അയച്ചു വെക്കണം. ഇതൊക്കെ പുതിയതാട്ടോ. ഈ ട്രീയിലെല്ലാം നമ്മൾ പുതിയ ഐറ്റംസാണ് മേടിച്ചിട്ടുള്ളത്. അപ്പോൾ ലൈറ്റൊക്കെ നമ്മൾ അയച്ചു വെക്കണം. അപ്പോൾ നമ്മൾ പഴയ ട്രീയിൽ തന്നെ അയച്ചപ്പോൾ തന്നെ ഇത്രയും തന്നെ ഉണ്ട്. ഇനിയും ഉണ്ട് കേട്ടോ നമുക്ക് ഇത്. അപ്പോൾ എല്ലാം നമ്മൾ പീസാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിതെല്ലാം പാക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ പുൽക്കൂടിൻ്റെ അവിടെ വെച്ചേക്കണ മല ഉണ്ടല്ലോ, അപ്പോൾ അത് പൊട്ടിച്ച് കളയേണ്ടതെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ അവിടെ വെക്കാമെന്ന് ഓർത്ത്. അപ്പോൾ ഭംഗിയായിട്ടുണ്ടാവുന്ന അപ്പം മഴ നനയുമ്പോൾ നനഞ്ഞു പോകും. പെട്ടിയാണ്, പക്ഷേ അവിടെ നമ്മൾ കളഞ്ഞിട്ടുണ്ടല്ലോ, ജസ്റ്റ് അവിടെ ഇങ്ങനെ വയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഈ തേനയിൽ ഇതൊക്കെ കളയണം. അപ്പോൾ തേന നമ്മൾ ശരിക്കും പറഞ്ഞാൽ ക്രിസ്മസിന് അതിന് ശേഷം വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ മൊത്തം കരിഞ്ഞ് മൊത്തം പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതൊക്കെ പഴയതാണ്. പുതിയതൊക്കെ നമ്മൾ ഓൾറെഡി മാറ്റി വേറെ പെട്ടിലാക്കി. ഇതൊക്കെ നമ്മുടെ കയ്യിൽ നേരത്തെ ഉണ്ടായിരുന്ന പണ്ട് മുതൽ ഉണ്ടായിരുന്ന ഐറ്റംസാണ്. അപ്പോൾ അത് നമ്മൾ വേറെ പെട്ടിയിലാണ് പാക്ക് ചെയ്യണത്.
അപ്പോൾ ഇത് തെന വെച്ചിരുന്ന സ്ഥലമാണ്. അപ്പം തെന വെച്ച് നമ്മൾ വെള്ളം ഒഴിച്ചതിൻ്റെ ഭാഗമായിട്ട് അവിടെ മൊത്തം താഴത്തോട്ട് വേര് ഇറങ്ങിയേക്കുവാണ്. അപ്പം നമ്മളിത് ഇനി ഈ ഒരു ബ്ലാങ്കറ്റ് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ കത്തിച്ച് കളയാവുന്ന രീതിയിലാണ് വെച്ചേക്കുന്നത്. നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ അത് എടുത്തപ്പോഴേക്കും. ഇനി നമുക്ക് ലൈറ്റൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് അഴിച്ചിടണം. അപ്പം മൊത്തം മാല പോലെ ഇട്ടേക്കണെയാണ്, അതൊക്കെ സെല്ലോ ടേപ്പ് വെച്ച് ഒട്ടിച്ചേക്കണേ. അപ്പോൾ അതൊക്കെ നമ്മൾ എല്ലാം വിടിപ്പിച്ചെടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ഗൈസ് നമ്മൾ പുൽക്കൂടിൻ്റെ എല്ലാം നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. ഇത്രയാണ് ശരിക്കും സാധനങ്ങൾ. ഇനി നമ്മൾ ഇതൊക്കെ അടുത്ത കൊല്ലമാണ് ഇടുന്നത്. അപ്പോൾ ഇതിനകത്ത് ഓരോന്നിലും പൊട്ടണതൊക്കെ അല്ല, ഇതിൽ ഓരോന്നിലും നമ്മുടെ ഡെക്കറേഷൻ സാധനങ്ങളും രൂപങ്ങളൊക്കെയാണ്. അപ്പോൾ പുൽക്കൂടൊക്കെ പാക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങളാകെ തളർന്നിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഓറിയോ ഇരിക്കണ്ട, എന്നാൽ ഓറിയോ വെച്ചിട്ട് നമുക്ക് ഒരു കേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ജസ്റ്റ് ഓറിയോ നമ്മൾ മിക്സിയിലെ ജാറിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കുകയാണ് ചെയ്യണത്. ഇതിൻ്റെ ക്രീം മാറ്റണമെങ്കിൽ മാറ്റാം. അപ്പോൾ ഓൾറെഡി ചോക്ലേറ്റിൻ്റെ ഫ്ലേവറുള്ള തന്നെയാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ വിചാരിച്ചു ക്രീം മാറ്റണമെന്ന് വെച്ചു. ഇതിനകത്തേക്ക് കുറച്ച് ബേക്കിംഗ് പൗഡറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പാൽ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യണത്. എപ്പോഴും നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ ഈ ഒരു പാത്രത്തിലാണ് ഉണ്ടാക്കുന്നത്. ജസ്റ്റ് ചോറ്റും പാത്രം, അതിനകത്തേക്ക് ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബട്ടർ നന്നായിട്ട് തേച്ചതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ മിക്സ് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇഡ്ഡലി പാത്രത്തിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് ഹീറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്തേക്ക് വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് അത്ര മതിയാവും കേട്ടോ നമുക്ക് ഈ ഒരു കേക്ക് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ കേക്ക് ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ചൂടൊക്കെ ഒന്ന് പോയതിന് ശേഷം നമുക്ക് നോക്കാം. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു അതിൻ്റെ മേലിൽ ഒരു ചോക്ലേറ്റിൻ്റെ സിറപ്പ് പോലെ ഒഴിക്കുകയാണെങ്കിൽ നമുക്ക് കഴിക്കുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് ആക്കാം. നമ്മൾ അഡീഷണലി അത് പഞ്ചസാരയും കാര്യങ്ങളൊന്നും ചേർത്തിട്ടില്ല. ചേർക്കാം. അപ്പോൾ ഞാൻ വിചാരിച്ചു അധികം ഓൾറെഡി ബിസ്ക്കറ്റിൽ മധുരം ഉള്ളതുകൊണ്ട് ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിനകത്തേക്ക് ഞാനിപ്പോൾ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട്, അതായത് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഡയറി മിൽക്കാണ്, അത് മെൽറ്റ് ചെയ്തിട്ട് അതിൻ്റെ മേലിൽ കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് വൈകുന്നേരം ഞാനും ഒരു ദിവസം കൂടെ സിനിമയ്ക്ക് പോയിട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് പോയത് ഐഡൻറ്റിറ്റി മൂവി കാണാനാണ്, ടോവിനോയുടെ പടം. അപ്പോൾ ഞാൻ വിചാരിച്ചു അധികം തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, പക്ഷേ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. അത് ഞങ്ങളാട്ടോ ഫസ്റ്റ് അത് കയറിയത്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾ മാത്രമേ ഉണ്ടാവുമെന്ന് വിചാരിച്ചത്. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഫുള്ളായിട്ടോ. അതിന് സിനിമയൊക്കെ കാണാൻ നല്ല അടിപൊളി സിനിമയാണ്, വെറൈറ്റിയാണ്. അത് കഴിഞ്ഞ് സിനിമയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നേരെ KFCയിലോട്ട് പോയി. അപ്പോൾ അവിടെ ചെന്നിട്ട് നമ്മളിതേ ചിക്കനും അതേപോലെ തന്നെ പിന്നെ ഫ്രഞ്ച് ഫ്രൈസും പിന്നെ ഒരു കേക്കും ഉണ്ടായിരുന്നു കേട്ടോ, കപ്പ് കേക്കോ അങ്ങനത്തെ സംഭവമാണത്. കൂടെ കഴിച്ചിട്ടാണ് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോകുന്നത്. പിന്നെ കോളോ, പിന്നെ കേക്ക്. എങ്ങനെയുണ്ട് ടേസ്റ്റ്? എങ്ങനെയുണ്ട്? അപ്പോൾ ഈ ഒരു കേക്ക് ഞങ്ങൾ ഇതിനു മുമ്പ് KFCയിൽ നിന്ന് കഴിച്ചിട്ടുണ്ട്. അപ്പോൾ അന്നേരം അത്ര ടേസ്റ്റായിട്ട് തോന്നിയില്ലല്ലോ. അപ്പോൾ ഈ പ്രാവശ്യം കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റായിട്ട് തോന്നി. ശരിക്കും പറഞ്ഞാൽ ഡാർക്ക് ചോക്ലേറ്റ് ആണ്, അധികം മധുരമൊന്നുമില്ല, കുറച്ച് കയ്പ്പും കാര്യങ്ങളൊക്കെയാണ്. അത് ഡാർക്ക് ചോക്ലേറ്റിൻ്റെ അതൊക്കെയാണ്. പക്ഷേ ചോക്ലേറ്റ് ലവേഴ്സിനെയൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും. അപ്പോൾ ഞാനൊരു ചോക്ലേറ്റ് ലവറായതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ ഇതൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോയി.
അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ബ്ലോഗ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലാവുക നമുക്ക് കാണാം. ഓക്കെ, ബൈ. ബെൽ ബട്ടൺ അടിച്ചോണ്ടിരിക്കും. ബൈ.